അടുത്ത വാർത്തയിലേക്ക് പോകാം. അത് ഇന്നലെ നമ്മൾ വലിയ ആശങ്ക ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു. ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് വിമാനം തകർന്നു വീണത്. ആ വിമാനം തകർന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപകടത്തിൽ മരിച്ച വിംഗ് കമാൻഡർ നമാൻഷ് ഷാലിന്റെ മൃതദേഹം ഡൽഹിയിലെത്തിക്കും. അപകടത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. Fuck! Oh shit! Fuck! TG സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, ആ ഞെട്ടലിൽ നിന്ന് സത്യത്തിൽ രാജ്യം മുക്തമാവുന്നതേ ഉള്ളൂ. ഏറ്റവും വിശ്വസ്തമായ, ഏറ്റവും ഏത് സാഹചര്യങ്ങളിലും അതിജീവിക്കാൻ ശേഷിയുള്ള തേജസ്സാണ് വ്യോമാഭ്യാസത്തിനിടെ തകർന്നു വീണത്. 2 മലക്കം മറിച്ചിൽ കഴിഞ്ഞ് മൂന്നാമത്തെ തവണ അത് നേരെ താഴേക്ക് പതിക്കുകയായിരുന്നു. വളരെ പ്രവർത്തന പരിചയമുള്ളൊരു പൈലറ്റായിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നാണ് അറിയേണ്ടത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അന്വേഷണവും ഒരു വശത്ത് നടക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, ഇക്കാര്യത്തിൽ അന്വേഷണ വിവരങ്ങൾ പുറത്തായിട്ടില്ല. എന്തായാലും വ്യോമസേന ഈ വിഷയത്തിൽ ഗൗരവമുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന കാര്യം പരിശോധിക്കുന്നു. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ ഈ അപകടത്തിൻ്റെ വളരെ ക്ലോസ് ആയ ദൃശ്യങ്ങളാണ്. അതായത് അപകടത്തിന് തൊട്ട് മുമ്പുള്ള ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. അപകടം പൈലറ്റിന് രക്ഷപ്പെടാൻ കഴിയാതെ വന്നത് അദ്ദേഹത്തിന് സുരക്ഷിതമായി ഇജക്റ്റ് ആവാൻ കഴിഞ്ഞില്ല എന്നതാണ്. അതിനെന്താണ് കാരണം? ഒപ്പം തന്നെ ഇതൊരു ഒറ്റ എഞ്ചിൻ വിമാനമാണ്. എഞ്ചിൻ്റെ തകരാറാണോ സംഭവിച്ചത്? ഇക്കാര്യങ്ങളൊക്കെ വിദഗ്ധമായ അന്വേഷണമാണ്. അതിന് മുമ്പുള്ളതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ്. എന്തായാലും വ്യോമസേന ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് 2ാം തവണയാണ് തേജസ് വിമാനം അപകടത്തിൽപ്പെടുന്നത്. മുമ്പ് ജയ്സാൽമീറിൽ രാജസ്ഥാനിൽ ഒരു സമാന അപകടം ഉണ്ടായതാണ്. പക്ഷേ അന്ന് പൈലറ്റിന് ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് പോകാൻ സാധിച്ചിരുന്നു. അദ്ദേഹം രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ, അതിൻ്റെ ക്ലോസ് ദൃശ്യങ്ങളിലേക്ക് വീണ്ടും വരുമ്പോൾ കാണാനാവുന്നത് പലവട്ടം ശ്രീജ സൂചിപ്പിച്ചതുപോലെ പലവട്ടം അത് മറിഞ്ഞിട്ടുണ്ട്. നമുക്ക് സാധാരണ എയർ ഷോകളിൽ രാജ്യത്തിൻ്റെ യുദ്ധവിമാനങ്ങൾ കാണിക്കുന്ന മികച്ച പ്രകടനങ്ങൾ മുമ്പും പലവട്ടം നമുക്ക് അനുഭവമുള്ളതാണ്. എന്തായാലും ആ പ്രകടനം തന്നെയാണ് തേജസും ിലെ പൈലറ്റും സാധ്യമാക്കിയത്. പലവട്ടം അത് എയറിൽ മറിഞ്ഞ്, പക്ഷേ പിന്നീട് മറിഞ്ഞ് അത് താഴേക്ക് പതിക്കുകയാണ് ചെയ്തത്. ത്രസ്റ്റ് കുറഞ്ഞു പോയതാണോ, എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. ഇന്ത്യയുടെ വ്യോമസേനയുടെ കരുത്ത് പ്രകടമാക്കുന്ന ഷോ തന്നെയായിരുന്നു അവിടെ ദുബായിൽ നടന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം ഈ അപകടത്തിന് ശേഷം ദുബായ് പോലീസ് പുറത്തുവിട്ട ദൃശ്യങ്ങളാണ്. അപകട സ്ഥലം, ആ ഫ്ലൈറ്റ് വന്ന് വീണ സ്ഥലം, അവിടെ പൊട്ടിത്തെറിച്ച തീ പടർന്ന സ്ഥലത്തെ പിന്നീട് അവിടെ സുരക്ഷാ സേനയും മറ്റുമെത്തി അവിടെ നടത്തിയ ചില ഇടപെടലുകളുടെ ദൃശ്യങ്ങൾ, ആ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എയർ ഷോ, നമുക്കറിയാം ദുബായ് എയർ ഷോ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എയർ ഷോയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ തുറന്നു വരികയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യം കാണുന്ന നടക്ക് നിൽക്കുന്ന വ്യക്തിയാണ് അപകടത്തിൽ മരണപ്പെട്ട പൈലറ്റ്. ഇന്ത്യയുടെ വ്യോമസേനയുടെ കരുത്ത് പ്രകടമാക്കുന്ന ഒരു എയർ ഷോ തന്നെയാണ് അവിടെ നടന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിരുന്നു. ഇന്നലെയായിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേ. ഈ ദിവസങ്ങളിലൊന്നിൽ ഇന്ത്യയുടെ വ്യോമസേനയുടെ ഈ എയർ ഷോയിൽ പങ്കെടുക്കുന്ന പൈലറ്റുമാരടക്കം പങ്കെടുത്തുകൊണ്ട് നടത്തിയ ഒരു ഫോട്ടോഷൂട്ടാണ് നമ്മൾ കാണുന്നത്. ആ ഫോട്ടോഷൂട്ടിലടക്കം ഈ അപകടത്തിൽപ്പെട്ട പൈലറ്റിനെ അടക്കം നമുക്ക് കാണാനുമാവുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ്. നമുക്കറിയാം തേജസ് യുദ്ധവിമാനം ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത ലഘു യുദ്ധ വിമാനമാണ്. ആ വിമാനമാണ് അപകടത്തിൽപ്പെടുന്നത്. അതുകൊണ്ട് ഇത് 2ാം തവണ ഈ അപകടത്തിൽ ഉണ്ടാവുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ സംഭവിച്ച അന്വേഷണം ഉണ്ടാവുമെന്ന് കരുതാം. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം ഈ അപകടത്തിന് ശേഷം പുറത്തുവിട്ട റഡാർ ദൃശ്യങ്ങളാണ്, ഫ്ലൈറ്റ് റഡാർ ദൃശ്യങ്ങളാണ്. ഇതിൽ നമുക്ക് കൃത്യമായി കാണാം തേജസ് വിമാനം എത്ര വട്ടം എയറിൽ കൃത്യമായി തന്നെ അത് മൂവ് ചെയ്തു. ഒടുവിൽ അത് അപകടം നടന്ന ഇടത്തേക്ക് പതിക്കുന്നതിന് മുമ്പുള്ള അതിൻ്റെ എയർ മൂവ്മെൻറ്റുകളാണ് ഈ ഗ്രാഫിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്. സാധാരണ എയർ ഷോയിലൊക്കെ കാണുന്ന പോലെയുള്ള സാധാരണ രീതിയിൽ, കാരണം കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്ക് യുദ്ധവിമാനങ്ങൾ അതിൻ്റെ ശേഷി പ്രകടിപ്പിക്കുന്ന പൈലറ്റിൻ്റെ
കഴിവ് പ്രകടിപ്പിക്കുന്നതാണ് സാധാരണ എയർ ഷോയിലൊക്കെ കാണുന്നത്. അത് തന്നെയാണ് അവിടെയും സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു പിഴവ് സംഭവിച്ചു. ആ പിഴവ് എന്താണ്? എന്തെങ്കിലും യന്ത്ര തകരാറാണോ, അതല്ലെങ്കിൽ പൈലറ്റിന് സംഭവിച്ച എന്തെങ്കിലും പിഴവാണോ? ഇക്കാര്യത്തിലാണ് അന്വേഷണത്തിലൂടെ വ്യക്തത വരേണ്ടത്. എന്തായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. തേജസ് യുദ്ധവിമാനം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ലഘു യുദ്ധവിമാനമാണ്. മുമ്പും പലവട്ടം നമുക്ക് അഭിമാനകരമായ പല നേട്ടങ്ങളും സ്വന്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ എന്താണ് ദുബായ് എയർ ഷോയ്ക്കിടയിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ വിശദമായ പരിശോധന ആവശ്യമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. ശരി, ടി ജി സജിത്താണ് നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് അപകടത്തിൽ വ്യോമസേന വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒരുക്കുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത യുദ്ധവിമാനമാണ് തേജസ്. ആ തേജസിൻ്റെ വ്യോമാഭ്യാസ പ്രകടനമായിരുന്നു നടന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണാം. 2 തവണ മറിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ മറിച്ചിൽ തീരുമ്പോഴേക്ക് അത് അപ്രതീക്ഷിതമായി ക്ഷണവേഗത്തിൽ താഴേക്ക് പതിക്കുന്നതാണ് കാണുന്നത്. സാധാരണഗതിയിൽ ഏത് സീറോ ഗ്രാവിറ്റിയിൽ പോലും അതിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരാൻ കഴിയുന്ന സംവിധാനമുണ്ട് പൈലറ്റിന്. പക്ഷേ അതിനുള്ള ഒരു ചെറിയ ഇടവേള പോലും ലഭിക്കുന്നതിന് മുൻപ് തന്നെ വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു. ഇന്നലെ ദുബായ് അൽ മക്തൂം വിമാനത്താവളത്തിന് തൊട്ടടുത്ത് വെച്ചാണ് ഇങ്ങനൊരു അപകടമുണ്ടായത്. വലിയൊരു അപകടം ആ തരത്തിൽ ഒഴിവായി എന്നും പറയാം. അങ്ങനെ ഒരു പ്രദേശത്തേക്കാണ് ഈ യുദ്ധവിമാനം തകർന്നു വീണത്.